ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ വലിയ എസ് യു വികൾ അഥവാ ഡി സെഗ്മെൻറ്റ് കാറ്റഗറിയിൽ വരുന്ന എസ് യു വികളുടെ കേസെടുക്കുകയാണെങ്കിൽ ഒരുപാട് വാഹനങ്ങളൊന്നും അവൈലബിൾ അല്ല. നമുക്ക് ആകെപ്പാട് കിട്ടുന്ന ഫോർച്യൂണർ ഉണ്ട്, ഗ്ലോസ്റ്റർ ഉണ്ട്, പിന്നെ വരുന്ന കുറച്ച് മോണോക്കോക്ക് എസ് യു വികളാണ്. നമ്മുടെ ജീപ്പിൻ്റെ മെറിഡിയൻ ഉണ്ട്, അതുപോലെ സ്കോഡയുടെ കോഡിയാക്കം വരുന്നുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വാഹനങ്ങളുടെ ഫൈനാൻഷ്യൽ ഇയറിൽ വന്നിരിക്കുന്ന സെയിൽസ് ആണ്. അതിൽ ഇപ്പം 4 വണ്ടികളാണല്ലോ ആകെയുള്ളത്. അതിൽ 4th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ സ്കോഡയുടെ കോഡിയാക്കാണ്. കോഡിയാക്കിൻ്റെ എല്ലാ മാസത്തെയും സെയിൽസിൻ്റെ കണക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് ക്വാർട്ടർ, അതായത് ഇതിപ്പം ഫൈനാൻഷ്യൽ ഇയറിൻ്റെ സെയിൽസ് ആണ്, നമ്മുടെ നോർമൽ കലണ്ടർ ഇയർ അല്ല. അതുകൊണ്ട് തന്നെ ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്ത്, അതായത് ഏപ്രിൽ 1 മുതൽ സ്റ്റാർട്ട് ചെയ്ത് മാർച്ച് 31 വരെ ആയിരിക്കും ഇത് പോകുന്നത്. അപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ എൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ, അതായത് ക്വാർട്ടർ 1 ഫൈനാൻഷ്യൽ ഇയർ നോക്കുകയാണെങ്കിൽ 491 വാഹനങ്ങളുടെ സെയിൽസ് ആണ് ഇതിനകപ്പാട് കിട്ടിയിട്ടുള്ളത്. ആൻഡ് നമ്മളിപ്പം ക്വാർട്ടർ 2 നോക്കുകയാണെങ്കിൽ 591 വാഹനങ്ങളുടെ സെയിൽസ് ആണ് ഇതിന് കിട്ടിയിട്ടുള്ളത്. ഇനി ഫസ്റ്റ് ഹാഫ് നമ്മുടെ ആദ്യത്തെ ഫൈനാൻഷ്യൽ ഇയർ നോക്കുകയാണെങ്കിൽ 1082 വാഹനങ്ങളുടെ സെയിൽസ് ആണ് ഇതിന് കിട്ടിയിട്ടുള്ളത്. ക്വാർട്ടർ 3ൽ 527 വാഹനങ്ങളുടെ സെയിൽസും ക്വാർട്ടർ 4ൽ 278 വാഹനങ്ങളുടെ സെയിൽസുമാണ് വന്നിരിക്കുന്നത്. അതായത് ആദ്യത്തെ ക്വാർട്ടറുകളിലൊക്കെ അത്യാവശ്യം സെയിൽ ഉണ്ടെങ്കിലും അത് കഴിഞ്ഞ് പിന്നെ വരുമ്പോഴേക്കും സെയിൽ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാം. സെക്കൻഡ് ഹാഫിൽ നോക്കുകയാണെങ്കിൽ അത് എവിഡൻ്റ് ആണ്, കാരണം 805 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ വന്നിട്ടുള്ളൂ. വേറാസ് ഫസ്റ്റ് ഹാഫിൽ നമുക്ക് 1082 വാഹനങ്ങളുടെ സെയിൽ വന്നായിരുന്നു. ഇനി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു വർഷം, അതായത് ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഫുള്ള് ഈ ഒരു വാഹനത്തിന് സെയിൽ വന്നിരിക്കുന്ന 1887 വാഹനങ്ങളുടെയാണ്. ആൻഡ് ഇതിൻ്റെ ആവറേജ് മന്ത്ലി സെയിൽസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 157 വാഹനങ്ങളാണ്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്കോഡ കോഡിയാക്കിൻ്റെ അവസ്ഥ. ഈ വണ്ടി പിന്നെ ഇവിടെ അവർ CKD ആയിട്ട് ഇറക്കുന്ന ഒരു വാഹനമാണ്, ലോക്കലി മാനുഫാക്ചർ ചെയ്യുന്നതൊന്നുമല്ല. അതുകൊണ്ട് അവർ ഏകദേശം ഇതിന് ഒരു സെയിലിന് ടാർഗറ്റ് ഇട്ടിട്ടുണ്ടാവും. ഈ സെയിൽസ് നമ്മളിപ്പം ഒരു പരിധി വരെ നോക്കിയാൽ വലിയ കുഴപ്പമില്ലാത്ത സെയിൽസ് ആണ്. ഇതിൻ്റെ പ്രൈസ് പോയിന്റും അതുപോലെ ഈ വാഹനം എടുക്കാൻ പോകുന്ന ആൾക്കാരുടെ എണ്ണമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അവർ അടുത്ത് ഈ വാഹനത്തിൻ്റെ പ്രൈസ് കുറച്ചിട്ടുണ്ടായിരുന്നു. 2 വേരിയൻസ് ആയിരുന്നു പണ്ട് ഉണ്ടായിരുന്നു, സ്പോർട്ട് ലൈനും LNKയും ബേസ് മോഡലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ആകെ നമുക്ക് LNK എന്ന് പറയുന്ന ഒരൊറ്റ ടോപ്പ് ആൻഡ് ട്രിം മാത്രമേ വരുന്നുള്ളൂ. അതിൻ്റെ പ്രൈസ് 40 lakhs ആണ്, 39.99 lakhs ആണ് അവർ എക്സ്ഷോറൂം ഇട്ടിരിക്കുന്നത്. നേരത്തെ ടോപ്പ് ആൻഡിൻ്റെ പ്രൈസ് ഏകദേശം 42 lakhs എടുത്തായിരുന്നു. അപ്പോൾ അത് കുറച്ച് പ്രൈസ് സ്ലാഷ് ആയിട്ടുണ്ട്. പക്ഷേ എന്നാൽ മറ്റുള്ള വേരിയൻസ് ഒക്കെ അവരിപ്പോൾ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഈ 40 lakhs എക്സ്ഷോറൂം പ്രൈസ് ആണ് കേട്ടോ, ഓൺ റോഡ് അല്ല. ഇനി അടുത്ത 3rd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ജീപ്പിൻ്റെ മെറിഡിയൻ ആണ്. ഈ മെറിഡിയൻ ഇറക്കിയ സമയത്ത് ജീപ്പ് പറഞ്ഞത് ഞങ്ങൾ ഫോർച്യൂണറിൻ്റെ ഭയങ്കര കട്ട കോമ്പറ്റീഷനിൽ, അല്ലെങ്കിൽ എൻഡേവറിൻ്റെ ആ ഒരു സ്ഥാനം പിടിക്കാനാണ് ഈ ഒരു വാഹനം ഇറക്കുന്നത് എന്നൊക്കെയായിരുന്നു. പക്ഷേ അത് മൊത്തത്തിൽ പാളിപ്പോയെന്ന് തോന്നുന്നു. കാരണം ഇറക്കിയിട്ട് ഇപ്പോൾ 1-2 വർഷം ആയെങ്കിൽ പോലും ഈ വാഹനത്തിൻ്റെ സെയിൽസ് അത്രയ്ക്ക് അങ്ങോട്ട് പച്ച പിടിച്ചിട്ടില്ല. നമ്മളിപ്പം ക്വാർട്ടർ 1 സെയിൽസ് നോക്കുകയാണെങ്കിൽ 992 വാഹനങ്ങളുടെ സെയിൽസാണ് വന്നിരിക്കുന്നത്. പക്ഷേ ക്വാർട്ടർ 2 ആയപ്പോഴേക്കും നന്നായിട്ട് കുറഞ്ഞു, 381 വാഹനങ്ങളായി. ഫസ്റ്റ് ഹാഫിൽ 1373 വാഹനങ്ങളുടെ സെയിൽസാണ് ഇതിനാകെപ്പാട് കിട്ടിയത്. ആൻഡ് നമ്മളിനി ക്വാർട്ടർ 3 നോക്കുകയാണെങ്കിൽ 400 വണ്ടികളുടെ സെയിലും ക്വാർട്ടർ 4ൽ 333 വാഹനങ്ങളുടെ സെയിലുമാണ് വന്നിരിക്കുന്നത്. അതായത് ലാസ്റ്റ് ക്വാർട്ടറിലാണ് ഈ വാഹനത്തിന് ഏറ്റവും കുറവ് സെയിൽ വന്നിരിക്കുന്നത് എന്നും പറയാം. ആൻഡ് ഇനി സെക്കൻഡ് ഹാഫ് ഓഫ് ഫൈനാൻഷ്യൽ ഇയർ 2023-2024 നോക്കുകയാണെങ്കിൽ അവിടെയും ആകെപ്പാടെ 733 വാഹനങ്ങളുടെ സെയിൽ വന്നിട്ടുള്ളൂ. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ മതി, ഓൾമോസ്റ്റ് ഏകദേശം 600 വണ്ടികളെടുത്ത് വ്യത്യാസമുണ്ടെന്ന് പറയാം. അപ്പോൾ അത്രയും ഡിഫറൻസ് ഈ ഒരു വാഹനത്തിൻ്റെ സെയിലിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ. ഇനി ടോട്ടൽ സെയിൽസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ 2106 വാഹനങ്ങളുടെ സെയിൽസാണ് മെറിഡിയന് ടോട്ടൽ ലഭിച്ചത്. ആൻഡ് മന്ത്ലി ആവറേജ് സെയിൽസ് 176 ആണ്. ഈ വാഹനത്തെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഇതിന് കുറച്ചും കൂടെ സെയിൽസ് കിട്ടിയാലേ ജീപ്പിന് മുതലാവുള്ളൂ. പിന്നെ ഇത്രയും വില ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, 10-40 ലക്ഷം രൂപ ഇതിനും എക്സ്ഷോറൂം പ്രൈസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ ഇത്രയും കുറവ് വണ്ടി വിറ്റാലും പ്രോഫിറ്റ് മാർജിൻസ് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. കാരണം കോമ്പസിന് ഇന്ത്യയിൽ ഏകദേശം 70% അടുത്ത് ലോക്കലൈസേഷൻ ഉണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ വെച്ച് വരുമ്പോൾ കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഡിസൈൻ ഏകദേശം കോമ്പസ് പോലെയാണ് ഇരിക്കുന്നത്. ബാക്കിലത്തെ ഡിസൈൻ അവർ മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. ഇനി അഡീഷണൽ 2 സീറ്റ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് അവർ വണ്ടിയുടെ നീളം കൂട്ടി ഇതിൻ്റെ സെഗ്മെൻ്റ് അടക്കം മൊത്തത്തിൽ മാറ്റി കളഞ്ഞത്. പക്ഷേ ആ നീളം കൂട്ടിയതുകൊണ്ട് വലിയ ഉപയോഗമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. കാരണം ബാക്കിൽ ഇതിൻ്റെ 3rd റോയിൽ അധികം ആൾക്കാർക്കൊന്നും ഇരിക്കാൻ പറ്റില്ല, വളരെ ക്രാംപ്ഡ് ആയിട്ടുള്ള സീറ്റിംഗ് ആണ്. പിന്നെ സെക്കൻഡ് റോ അനങ്ങില്ല, അതായത് നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ബാക്കിലത്തെ പാസഞ്ചേഴ്സിൻ്റെ ലെഗ് റൂം ഒന്നും കൂട്ടാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ കോമ്പസ് എടുക്കാനേ പറയൂ. ഇനി അടുത്ത വാഹനം MGയുടെ ഗ്ലോസ്റ്റർ ആണ്. കമ്പാരിറ്റീവ്ലി മറ്റ് 2 വാഹനങ്ങൾ വെച്ച് നോക്കുമ്പം ഇതിൻ്റെ സെയിൽ പിന്നെയും കുറച്ചും കൂടെ ബെറ്റർ ആണ് എന്ന് പറയും. പണ്ടൊക്കെ ഇതിൻ്റെ സെയിൽ ഇതിനേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പിന്നെ മറ്റ് 2 വണ്ടികളുമായിട്ട് ഓൾമോസ്റ്റ് ഓൺ പാർ ആണ് എന്ന് പറയാം. കാരണം ഇതിൻ്റെ ഫസ്റ്റ് ക്വാർട്ടർലി സെയിൽ 761 വാഹനങ്ങളുടെയും സെക്കൻഡ് ക്വാർട്ടർലി സെയിൽ 692 വാഹനങ്ങളുടെയും 3rd ക്വാർട്ടർലി സെയിൽ 559 വാഹനങ്ങളുടെയും 4th ക്വാർട്ടർലി സെയിൽ 438 വാഹനങ്ങളുടെയാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ക്വാർട്ടർലി സെയിൽ വന്നിരിക്കുന്നത് ഫസ്റ്റ് ക്വാർട്ടറിലാണ്. ആൻഡ് നമ്മളിപ്പം ഹാഫ് ഇയർലി സെയിൽസ് നോക്കുകയാണെങ്കിൽ
നോക്കുകയാണെങ്കിൽ, അതായത് ഫസ്റ്റ് ഹാഫ് ഓഫ് ഫൈനാൻഷ്യൽ ഇയർ 2023-2024 1453 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. പക്ഷേ സെക്കൻഡ് ഫൈനാൻഷ്യൽ ഇയറിൽ ജസ്റ്റ് 997 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അതായത് ഇവിടെയും ഏകദേശം 500 വാഹനങ്ങളുടെ അടുത്തൊക്കെ ഡിഫറൻസ് വന്നിട്ടുണ്ട് എന്ന് പറയും. അത് അത്യാവശ്യം വലിയൊരു ഡിഫറൻസ് തന്നെയാണ് നമ്മൾ മെറിഡിയൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഗ്ലോസ്റ്ററിന് അവർ കുറേ കാലമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് വലിയ അപ്ഡേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഹെക്ടറിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ എല്ലാ വർഷവും അവർ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ അകത്ത് പുതിയതായിട്ട് ചെയ്യും. ഇപ്പോൾ 2 വർഷം മുമ്പാണ് ഒരു ഫേസ് ലിഫ്റ്റ് ഇറക്കിയത്. അത് കഴിഞ്ഞ് കഴിഞ്ഞ വർഷം ഒരു ഫേസ് ലിഫ്റ്റും കൂടെ ഇറക്കി മൊത്തം ഇൻറ്റീരിയറൊക്കെ മാറ്റിയിട്ട്. ആൻഡ് ആ വണ്ടി അത്യാവശ്യം മോഡേണാണ് അതിൻ്റെ കാലത്തെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ. പക്ഷേ ഗ്ലോസ്റ്റർ അവർ ആദ്യം ഇറക്കി, അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴും സാൻഡ്സ്റ്റോം എഡിഷൻ മറ്റേ എഡിഷൻ എന്നൊക്കെ പറഞ്ഞ് ചെറിയ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എഡിഷൻസ് കൊടുക്കും. അല്ലാണ്ട് അവരങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഇടയ്ക്ക് പ്രൈസ് കൂട്ടുക, പ്രൈസ് കുറയ്ക്കുക, വേരിയൻസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യുക, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സംഭവങ്ങളല്ലാണ്ട് ഇതൊന്നും ചെയ്യുന്നത് കൊണ്ട് എന്തായാലും വണ്ടിയുടെ മൊത്തത്തിലുള്ള ഡിമാൻഡ് കൂടുകയൊന്നുമില്ല. പിന്നെ ഈ വണ്ടി പൊതുവേ നമ്മളിപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ വളരെ ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ളൊരു വാഹനമാണ്. മറ്റുള്ള വണ്ടികൾ ഈവൻ നമ്മുടെ കോഡിയാക്ക്, മെറിഡിയൻ അതിലൊന്നും ഇല്ലാത്ത കുറേ ഫീച്ചേഴ്സൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് എന്ന് പറയും. ഈ വണ്ടിയും അതുപോലെ മെറിഡിയനുമാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഡി സെഗ്മെൻറ്റ് SUVs എന്ന് നമുക്ക് പറയാം. പക്ഷേ കുറേ ഫീച്ചേഴ്സുമായിട്ട് വന്നാലൊന്നും ഈ സെഗ്മെൻറ്റിൽ പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും ആവാൻ പറ്റില്ല എന്ന് നമ്മളെയൊക്കെ കാണിച്ചു തന്നൊരു വാഹനമുണ്ട്. അത് തന്നെയാണ് നമ്പർ 1 പൊസിഷനിൽ ഇരിക്കുന്നത്. ഞാൻ പറയേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും, ഫോർച്യൂണറാണ്. ഈ സെഗ്മെൻറ്റിൽ ഫോർച്യൂണർ ഉള്ളിടത്തോളം കാലം ഈ പറയുന്ന വണ്ടികൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്നാമത്തെ കാര്യം ടൊയോട്ടയുടെ ബ്രാൻഡ് വാല്യൂ, രണ്ടാമത്തെ കാര്യം ഫോർച്യൂണർ ഇന്ത്യയിൽ എന്തോ ഒരു വലിയ സ്റ്റാറ്റസ് സിമ്പിളായിട്ടാണ് ആൾക്കാർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നോർത്ത് സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഫോർച്യൂണർ നമുക്ക് കാണാം. ഇവിടെ നമ്മുടെ സൗത്ത് സൈഡിലും ഉണ്ട്, ഒട്ടുമില്ല എന്നല്ല. പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി അവിടെ അവർക്ക് ഭയങ്കര വലിയൊരു സംഭവമാണ് ഫോർച്യൂണർ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സ്റ്റാറ്റസ് സിമ്പിളിൻ്റെ സംഭവമാണ് ഫോർച്യൂണർ. പിന്നെ ഫോർച്യൂണറിൻ്റെ ടോറ കോറ എന്നൊക്കെ അവർ പറയുകയൊക്കെ ചെയ്യും, അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി അത് പോട്ടെ, നമുക്ക് സെയിൽസിലേക്ക് വരാം. സോ Q1 8551 വാഹനങ്ങളുടെ സെയിലാണ് അതിന് കിട്ടിയത്. Q2 8828 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. Q3 7455 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. Q4 ഏറ്റവും കൂടുതൽ സെയിൽ കിട്ടിയിരിക്കുന്ന 10229 വാഹനങ്ങളുടെ. ആൻഡ് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ സെയിൽസ് നോക്കുകയാണെങ്കിൽ 17379 വാഹനങ്ങളുടെ, സെക്കൻഡ് ഹാഫിന് സെയിൽസ് നോക്കുകയാണെങ്കിൽ 17684 വാഹനങ്ങളുടെയാണ്. അതായത് പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. എല്ലാ മാസവും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള സെയിൽസ് ആണ്. ഈവൻ നമ്മൾ ഓരോ ഹാഫ്, അതായത് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് നോക്കുകയാണെങ്കിൽ അവിടെയും കാര്യമായിട്ടുള്ള വലിയ ഡിഫറൻസ് ഒന്നും ഇതിൻ്റെ സെയിൽസിൻ്റെ കാര്യത്തിൽ പറയാനില്ല. ടോട്ടൽ സെയിൽസ് കഴിഞ്ഞ വർഷത്തിൽ 35,063 വാഹനങ്ങളുടെയാണ് ഇതിന് വന്നിരിക്കുന്നത്. ഇത്രയും വലിയൊരു വാഹനം, ഇപ്പോൾ ടോപ്പ് എൻ്റെ ഓൺ റോഡ് പ്രൈസ് ഏകദേശം 65-66 lakhs വരെയൊക്കെ പോകുന്നൊരു വണ്ടിയാണ് ഫോർച്യൂണർ. എന്നിട്ട് പോലും 35,000 വണ്ടികളൊക്കെ ഒരു വർഷം വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊയോട്ടയ്ക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് മാർജിൻസ് എന്തായാലും വളരെ കൂടുതലായിരിക്കും. അതിന് പുറമെ ഇത് ഇത്രയും വിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പണ്ട് എൻഡേവർ ഉണ്ടായിരുന്ന സമയത്ത് എൻഡേവർ ഏകദേശം 800, 1000 അതിനടുത്തൊക്കെ വിൽക്കും. ഫോർച്യൂണർ 1000-1500 വിൽക്കും. ഇപ്പോൾ എൻഡേവറിൻ്റെ ആ ഒരു സെയിൽസ് കൂടെ ഫോർച്യൂണറിലേക്ക് ആഡായിട്ട് ഏകദേശം 2500 ഫോർച്യൂണർ ഒരു മാസം വിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ ആവറേജ് മന്ത്ലി സെയിൽസ് തന്നെ 2922 അതായത് ഓൾമോസ്റ്റ് 3000 ഈ വാഹനം ഒരു മാസം വിൽക്കുന്നത് എന്ന് പറയാം. ഇനിയിപ്പോൾ ഫോർഡ് വീണ്ടും എൻഡേവർ കൊണ്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നാൽ ഇവർക്ക് എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ കിട്ടാൻ പോകുന്നുള്ളൂ. ഗൈസ്, അപ്പോൾ ഇതാണ് ഡി സെഗ്മെൻറ്റ് SUVസിൻ്റെ ഫൈനാൻഷ്യൽ ഇയർ സെയിൽസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.